ആഘോഷങ്ങളില്ലാതെയാണ് ഇത്തവണ പിറവം നഗരസഭയുടെ ഓണാഘോഷം. പിറവം നഗരസഭയുടെ ഓണാഘോഷത്തിന് നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു തിരിതെളിയിച്ചു. വയനാട് ദുരന്തഭൂമിയിൽ എല്ലാമെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു പിടി കണ്ണീർ പൂക്കളോടെ. നഗരസഭ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ജൂലി സാബു ഭദ്രദീപം തെളിയിച്ച് ഓണാഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഓണം നമ്മൾ വയനാട് ദുരന്തത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് ആഘോഷിക്കുന്നത്. അവരെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പിറവം നഗരസഭയുടെ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. തുടർന്ന് ഓണസദ്യ ഡിവിഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടന്നു. തൃപ്പൂണിത്തുറ അത്താഘോഷം കഴിഞ്ഞാൽ പിന്നെ പിറവം നാളിതുവരെ തുടർന്നു പോന്ന ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിയാണ് പിറവം നഗരസഭ ഓണത്തെ വരവേറ്റത്. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ചു. ഓണം എന്ന് പറയുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്ര ദുരിതത്തിലും ദുഃഖത്തിലുമാണെങ്കിൽ പോലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒത്തൊരുമയുടെ ഒരു സമൃദ്ധിയുടെ എല്ലാം ഒരു ഓർമ്മയാണ്. ലോകത്ത് ഉള്ള മലയാളികളാകമാനം ഈ ഒരു നല്ല ദിവസത്തെ സന്തോഷത്തോടു കൂടിയാണ് അവർ വരവേൽക്കുന്നത്. അതൊരു ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയൊക്കെ അവസ്ഥ ഉള്ള ആളുകൾ പോലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമൃദ്ധമായ ഒരു നല്ല നാളെയെ സ്വപ്നം കാണുന്ന ഒരു സമഭാവനയുടേതായ സാഹോദര്യത്തിൻ്റേതായ ഒരു സുന്ദരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലയാളികൾ സ്വപ്നം കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം എന്ന സന്ദേശം. സെക്രട്ടറി പ്രകാശ് വി, നഗരസഭാ സ്റ്റാഫുകൾ, ഡിവിഷൻ കൗൺസിലർമാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, മീഡിയ പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.